കാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ദുരന്ത സ്ഥലം സന്ദർശിച്ച ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് മൂന്നാം ദിവസവും ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഭീമൻ പാറക്കല്ലുകളും കടപുഴകിയ മരങ്ങളും വൈദ്യുത തൂണുകളും കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങി. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററും എത്തിച്ചിട്ടുണ്ട്. 80 പേരെ കാണാതായി എന്നാണ് വിവരം. ഇതുവരെ ദുരന്തത്തിൽ പരിക്കേറ്റ 200-ലധികം പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ദുരന്ത സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കാൻ പഠനം നടത്തുമെന്നും ഒമർ അബ്ദുള്ള അറിയിച്ചു. മച്ചയിൽ ദേവീക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരാണ് ദുരന്തത്തിൽ മരിച്ചവരിലേറെയും. 16 വീടുകളും സർക്കാർ മന്ദിരങ്ങളും 3 ക്ഷേത്രങ്ങളും പാലവും നിരവധി വാഹനങ്ങളും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. 24 ഡൽഹി.